പ്രാണനാഥനേശുണ്ട്. പ്രാണൻ തന്നു വീണ്ടെടുത്ത കർത്താവുണ്ട്. പ്രാണനാഥനേശുണ്ട്. വരണ്ടു ഭാരപ്പെട്ടാൽ കിരീടം തോട്ടിലെ ജലം ലഭിക്കും. അന്ധത എന്നെ കവർന്നു വന്നാൽ ശിലോഹം കുളത്തിലെ ജലം ലഭിക്കും. തകരുകില്ല, ഞാൻ തളരുകില്ല, ഒരിക്കലും പതറുകില്ല. തകരുകില്ല, ഞാൻ തളരുകില്ല, ഒരിക്കലും പതറുകില്ല. പ്രാണൻ തന്നു വീണ്ടെടുത്ത കർത്താവുണ്ട്. പ്രാണനാഥനേശുണ്ട്. പ്രാണൻ തന്നു വീണ്ടെടുത്ത കർത്താവുണ്ട്. പ്രാണനാഥനേശുണ്ട്. ഞാൻ ഒളിച്ചെന്നാലും അവൻ എന്നെ പേർ ചൊല്ലി വിളിച്ചിടുമേ. രാപ്പകൻ രാജാവായി കൂടെ വരും. എനിക്കതു മാറ്റവും രക്ഷയുമേ. തകരുകില്ല, ഞാൻ തളരുകില്ല, ഒരിക്കലും പതറുകില്ല. തകരുകില്ല, ഞാൻ തളരുകില്ല, ഒരിക്കലും പതറുകില്ല. പ്രാണൻ തന്നു വീണ്ടെടുത്ത കർത്താവുണ്ട്. പ്രാണനാഥനേശുണ്ട്. പ്രാണൻ തന്നു വീണ്ടെടുത്ത കർത്താവുണ്ട്. പ്രാണനാഥനേശുണ്ട്.
പുതിയ വ്യക്തിത്വങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരാളെ ഞാൻ ആദ്യമേ തന്നെ പരിചയപ്പെടുത്താം. നമ്മുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യാറുണ്ടെന്നല്ലേ? അതാരായിരുന്നു? പേരാമേണ്ടോ? അനീറ്റ ചേച്ചി വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ആരാ അനീറ്റ ചേച്ചി പുറകിലിരിക്കുന്നു? ആണോ? അതാരാ? എല്ലാവരും ഇങ്ങോട്ടാണ് വരച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്നതാണ് നമ്മുടെ അനീറ്റ ചേച്ചി. നമ്മുടെ ഈ ക്യാമ്പിലെ തുടക്കത്തിൽ രാവിലെ ടീം സോങ് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നല്ലേ? കാരണം നമ്മുടെ ടീമിലെ പാട്ടുകാരിയായ KS ചിത്രയാണ് ഈ നിൽക്കുന്നത്. പാട്ടുകാരി വരാത്തത് കൊണ്ട് ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇനിയുള്ള പാട്ടുകളൊക്കെ നമ്മൾ ചേച്ചി പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളും കൂടുന്നതായിരിക്കും. അപ്പൊ ഈ അനീറ്റ ചേച്ചി വരുന്നത് കരുതച്ചി ദേവാലയത്തിൽ നിന്നാണ്. കരുതച്ചി എവിടെയാണെന്നറിയാവോ? ഇല്ല. നിലമ്പൂർ കേട്ടിട്ടുണ്ടോ? മലപ്പുറം കേട്ടിട്ടുണ്ടോ? മലപ്പുറത്തെ നിലമ്പൂര് ഇടക്കര മേഖലയിലെ കരുതച്ചി പള്ളിയിൽ നിന്ന് വരുന്ന നമ്മുടെ ശക്തിയായ ഒരു യുവ നേതാവാണ്. MCYയിലൊക്കെ ആക്റ്റീവായുള്ള ഒരു യുവ നേതാവാണ് നമ്മുടെ അനീറ്റ ചേച്ചി. ഹലോ, ഹായ്. ഇപ്പൊ അച്ഛൻ എന്താ പറഞ്ഞേ? യുവ MCYയിലെ ശക്തനായ ഒരു യുവ നേതാവാണ് നമ്മുടെ അനീറ്റ ചേച്ചി. അത് പറയുമ്പോൾ നിങ്ങളോട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഹലോ. ഈ അനീറ്റ ചേച്ചിയുടെ ഒരു സഹോദരി നമ്മുടെ ബദനി കോൺവെന്റിലെ SIC സിസ്റ്റേഴ്സിന്റെ കൂടെ സിസ്റ്റർ ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്ററിന്റെ സഹോദരി കൂടിയാണ് നമ്മുടെ അനീറ്റ ചേച്ചി. അപ്പോൾ നമ്മളോട് രണ്ടു വാക്ക് അനീറ്റ ചേച്ചി പറയുന്നതാണ്. എന്റെ പേരെന്താ പറഞ്ഞേ? അനീറ്റ ചേച്ചി. അപ്പൊ നിങ്ങളുടെ കൂടെ 3 ദിവസം അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും ബ്രദേഴ്സിന്റെ കൂടെ ഞാനും ഉണ്ടാകും ഈ 3 ദിവസം. അപ്പൊ നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള പരിചയപ്പെടലൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് നടത്താം. എങ്കിലും എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ പറയാം. എന്റെ വീട്ടില് പപ്പ, അമ്മ, ഞങ്ങള് 4 പെൺകുട്ടികളാണ്. 2 ചേച്ചിമാരും ഒരു അനിയത്തിയാണ് എനിക്കുള്ളത്. ഒരു ചേച്ചി നിങ്ങളുടെ അടുത്തുള്ള ഇടവകയിലേക്കാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. നമ്മുടെ ചെറുപുഴ ഇടവകയിലേക്കാണ് കൊണ്ടുവന്നത്. പിന്നെ രണ്ടാമത്തെയാണ് അച്ഛൻ പറഞ്ഞ പോലെ സിസ്റ്റർ ആവാൻ പോയത്. നമ്മുടെ ബദനി സിസ്റ്റേഴ്സില് ഇപ്പം 6 വർഷമായി സിസ്റ്റർ ഉടുപ്പിട്ടിട്ട്. ഇത് 6ാമത്തെ വർഷമായിരുന്നു. കഴിഞ്ഞ 16-ാം തീയതി 6 വർഷം തികഞ്ഞു സിസ്റ്ററായിട്ട് ഉടുപ്പിട്ടിട്ട്. അടുത്ത ഫൈനൽ പ്രൊഫഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ ഇപ്പോൾ. പിന്നെ ഉള്ളത് എനിക്കൊരു അനിയത്തിയാണുള്ളത്. പുള്ളിക്കാരി ഇപ്പം അടുത്ത് UK പഠിക്കാനായിട്ട് പോയി. ഞാൻ ഇപ്പോൾ എല്ലാ ചില്ലറ പിള്ളേരെ പഠിപ്പിക്കലും അങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് എറണാകുളം ഇൻഫോ പാർക്കിലെ ചെറിയൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ റിസൈൻ ചെയ്ത് അപ്പയൊക്കെ നോക്കി ഞാൻ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. ഇതാണ് എന്നെ ചെറുതായിട്ടുള്ളൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ക്ലാസ്സുകളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ അനീറ്റ ചേച്ചി പരിചയപ്പെട്ടല്ലോ. പരിചയപ്പെട്ടോ? ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈശോയുടെ കുഞ്ഞുമക്കളെ, ഒരാളെ നമ്മൾ പരിചയപ്പെട്ടു. രണ്ടാമത്തെ ആളാരാണ്? ആരാ? പുറകിലോട്ട് വെക്കേ. അതാരാ? ഈ അച്ഛനെ അറിയോ? അച്ഛനേതാ? ബിജു അച്ഛൻ. അതാരാ? ഞങ്ങളുടെ വികാരിയച്ഛനാണല്ലേ. നിങ്ങളുടെ വികാരിയച്ഛനെ എനിക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വേറൊരു അച്ഛൻ ഇവിടെ നിൽപ്പുണ്ട്. ഈ അച്ഛന്റെ പേരറിയാമോ? തോമസ് പുസ്തകത്തിൽ അച്ഛൻ. ഈ അച്ഛൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്നാലും പറയരുത്. രാവിലെ ഞാൻ ചോദിച്ച ചോദ്യമാണ്. കണ്ടിട്ടുണ്ടോ? എവിടെയാ കണ്ടിട്ടുള്ളത്? ഡയറിയിൽ കണ്ടിട്ടുണ്ടല്ലേ? ഡയറിയില് ഈ അച്ഛന്റെ ഫോട്ടോയും നമുക്ക് കാണാം. അച്ഛന്റെ പേര് തോമസ് ക്രിസ്തുവന്ദരൻ അച്ഛനാണ്. അച്ഛനാണ് നമുക്ക് വേണ്ടി ഈ ക്യാമ്പ് ഇങ്ങനെ ക്രമീകരിച്ചത്. അപ്പോൾ അച്ഛൻ സൺഡേ സ്കൂളിന്റെ രൂപത ഡയറക്ടറാണ്. അച്ഛൻ ചീരാൽ നമ്പ്യാരെന്ന ഇടവകയിലെ വികാരിയച്ഛനാണ്. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് വേണ്ടി മനോഹരമായിട്ട് ക്യാമ്പ് ഒരുക്കിയത്, ഞങ്ങൾക്കൊക്കെ വിളിച്ച് ട്രെയിനിങ് തന്നതൊക്കെ ഈ അച്ഛനാണ്. ഈ അച്ഛനില്ലെങ്കിൽ ക്യാമ്പ് നടക്കൂല. അപ്പൊ അച്ഛനാണ് ക്യാമ്പിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ക്രമീകരിക്കുന്നത്. ഏറ്റുകൊടുത്ത പള്ളിയിൽ ക്യാമ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ
ഓക്കെ നമുക്ക് ഇവിടെ വെച്ച് ക്യാമ്പ് നടത്താമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ടി ക്യാമ്പ് ഒരുക്കുന്നതൊക്കെ ഈ അച്ഛനാണ്. അപ്പൊ അച്ഛൻ നമ്മളോട് ഈ അവസരത്തിൽ 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഏറ്റുകൊടുക്കാൻ വിളിച്ചതോട് ഇടവഴിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു പ്രഭുടിച്ച നമ്മുടെ സൺഡേ സ്കൂളിന്റെ രൂപതയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഇപ്പോൾ ചെറുതലയം ചെറ്റപ്പാലം ഇടവഴി വികാരി ഈ ക്യാമ്പിന്റെ കീഴുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛ, പ്രിയപ്പെട്ട കോർഡിനേറ്റർ സിസ്റ്റർ അതുപോലെ തന്നെ സിസ്റ്റർ മഹിമ അനിറ്റ, അതുപോലെ മാർക്കോസ് മത്തായി മാഷന്മാരെ, പ്രിയപ്പെട്ട അധ്യാപകര്, പ്രധാനാധ്യാപകര്, പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ പ്രദേശവുമായിട്ട് എനിക്ക് വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു പ്രദേശമാണ്. ഞാൻ 5 വർഷം വികാരിയായിരുന്നതാണ് പാലാന്തളം, പുതിയകുളം ഇടവക. ഒപ്പം തന്നെ ഈ ഇടവകയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തൊഴിലച്ചില് ഈ സമാസന്മാരെ പോലെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷക്കാലം ഇവിടെ പോൾ വെള്ളക്കുളം എന്ന് പറയുന്ന അച്ഛനോടൊപ്പം റേജൻസിയിൽ വ്യക്തിയാണ്. അപ്പോഴാണ് ഈ കെട്ടിടം പണിത്. ഈ കെട്ടിടത്തിന്റെ അത് പണിയുന്ന അവസരമായിരുന്നു. ഇവിടെ ഇരുന്ന് പണിതത്തെ നമ്മുടെ ഇന്ന് ഫലം ഉണ്ടാക്കാനും അതുപോലെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന അമ്മമാരൊക്കെ പലരും അന്ന് ചെറുപ്പക്കാരായിരുന്നു. എന്നോടൊപ്പം അച്ഛനോടൊപ്പം തന്നെ പള്ളിയും അതുപോലെ തന്നെ പള്ളി കെട്ടിടവും ഒക്കെ മനോഹരമാക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വീണ്ടും വരാൻ സാധിച്ചെങ്കിൽ അതിയായ സന്തോഷമുണ്ട്. അച്ഛൻ പറഞ്ഞു ഇതൊക്കെ ക്രമീകരിച്ചത് ആരെന്നാ പറഞ്ഞത്? സൺഡേ സ്കൂൾ ഡയറക്ടർ പറഞ്ഞത്. അച്ഛൻ്റെ സ്നേഹം കൊണ്ട് ആഗ്രഹമുണ്ട് പറഞ്ഞു. അത് ഭാഗികമായിട്ട് ശരിയാണ്. പക്ഷേ അതിന് മേലൊരാളുണ്ട്. അതാരാണ്? ആ ദൈവത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്ന ദിവസങ്ങൾ. ഇപ്പോ നമ്മൾ പലപ്പോഴും കരുതുന്നത് നമ്മളൊക്കെയാണ് എല്ലാം ക്രമീകരിക്കുന്നതാണ് കരുതുന്നത്. പക്ഷേ അദൃശ്യമായിട്ടെല്ലാം ക്രമീകരിച്ചിരുന്ന, നടത്തുന്ന, വഴി നടത്തുന്ന, സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ കർത്താവ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. കർത്താവ്, എന്റെ കർത്താവ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന സംഭവമാണ്. അപ്പൊ ദൈവത്തിന് പൂർണ്ണമായ ഒരു അറിവ് അവർക്കില്ല. എന്നാൽ ഭാഗ്യമാണ് അറിവുള്ളതാണ്. പക്ഷെ ആ അറിവിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിച്ചത് ആരാണ്? യേശുവാണ്. ഇപ്പൊ ഞാൻ പിതാവ് ഒന്നായിരിക്കുന്ന പറഞ്ഞ ബൈബിളിൽ പറയുന്ന വാക്യമുണ്ട്. അതുപോലെ തന്നെ യേശു ഇവരുടെ പ്രസാദങ്ങളെ വല്ല ശ്രമിക്കുന്നത് പറയുന്നത്. അപ്പോൾ പരിശുദ്ധത്തിലെ ആദ്യത്തെ ആൾ സ്രഷ്ടാവ്, പരിപാലകൻ, സംരക്ഷകനായ ദൈവത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. ആ ദൈവത്തെ പറ്റി നമ്മൾ അറിഞ്ഞതായിട്ടുള്ളതാണ് യേശുവിലൂടെയാണ്. ദൈവം എന്താണ്? ദൈവത്തെ പറ്റി നിർവഹിക്കുന്നത് ദൈവ സ്നേഹം എന്നാണ് പറയുന്നത്, അല്ലെ? ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്, ദൈവം ക്ഷമയാണ്. എല്ലാം പൂർണ്ണതയിലാണ് അവിടുന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയാണ് ഇപ്പോൾ ഈ വർഷം നമ്മൾ ആഴത്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ സഭയിലെ എല്ലാ പിതാക്കന്മാരും ചേർന്നിട്ട് എടുത്തിരിക്കുന്ന തീരുമാന പ്രകാരമാണ് ഈ വർഷത്തെ വിഷയം അബ്ബ 2024. നമുക്ക് ഏറ്റവും മധുരമായ ഓർമ്മ സമ്മാനിക്കുന്ന ജീവനങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ, അല്ലേ? അപ്പനും അമ്മയും നമ്മളൊക്കെ ചേരുന്ന ഒരു കുടുംബമാണ് ഏറ്റവും വലിയ സ്വർഗത്തിന്റെ അനുഭവം നമ്മൾ നൽകുന്നത്, അല്ലേ? അപ്പനെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ പണ്ട് എനിക്ക് ക്യാമ്പ് നടത്തിയ അവസരമില്ല. നമ്മുടെ ഇടക്കരയിൽ അനിറ്റയൊക്കെ അറിയാം. അനിറ്റ ആ ഇടവിലുള്ള നമ്മുടെ ഒരു സിസ്റ്ററിന്റെ സഹോദരൻ, നിങ്ങളുടെ ചങ്കാരാണ്, നിങ്ങളുടെ ചങ്ക് അഭിഷേക് എന്ന് പറഞ്ഞ പയ്യനാണ് പറഞ്ഞത്. എന്റെ ചങ്കെന്ന് പറയുന്നത് എന്റെ അപ്പനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴൊരു വൈകാരികമായ ഒരു രോമാഞ്ചമായി വന്നതൊക്കെയാണ്. നമ്മളെ ചങ്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പെമ്പിളയുടെ പേര് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ പേര് പറയും. എന്റെ ചങ്ക് എന്ന് പറയുന്നത് എന്റെ അപ്പനാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പറയാൻ പറ്റും? കൈ പൊക്കാവോ? മറ്റുള്ളവർക്ക് അനക്കമില്ല. അത് ഓതിയിട്ട് വരും. അപ്പൻ ചങ്കാണ്, അത് ഓതിയിട്ട്. കൊള്ളാം, തിരിച്ചറിയുന്നത് നല്ലതാണ്. അപ്പൻ എന്റെ ചങ്കാണ്. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടാണോ നടക്കുന്നത്? ആണോ? നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ പഠന കാര്യങ്ങൾ, ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നിങ്ങളിരുന്ന് ചർച്ച ചെയ്ത് ഡിസിഷൻ കൊടുത്ത പ്രകാരമാണോ വീട്ടിലെല്ലാം കാര്യം നടക്കുന്നത്? ഒന്നുമല്ല. ആ പണ്ട് ചിലപ്പോൾ ചില കാര്യം സ്കൂളിൽ പോയിട്ട് ഇത്ര പുസ്തകം വേണം, ഇത്ര ഇത് വേണമെന്ന് പറയുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ വീട്ടിലെ ഒരു 70% അധികം കാര്യങ്ങളും നിങ്ങളുടെ അപ്പൻ
ധാരണയുണ്ട് അദ്ദേഹത്തിന്, നിങ്ങളൊരു ധാരണയുണ്ട്, അത് പ്രകാരമാണ് നടത്തി തരുന്നത്. നിങ്ങളൊന്നും അറിയുന്നില്ല, നിശബ്ദമായിട്ട് കൂടെ നടക്കുന്നത് മാത്രമേ. പിന്നെ അമ്മമാർ ഇടപെടുന്നു, അതുകൊണ്ട് അമ്മമാരോടാണ് കൂടുതൽ. ചിലവർക്ക് ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മോനെ ഇതാരാ വാങ്ങിച്ചത്, ഉടനെ പറഞ്ഞ പേരെന്താണ്, അമ്മ വാങ്ങിച്ചെന്നാ പറയുന്നത്. അമ്മ വാങ്ങിച്ചെന്നാ പറയുന്നത്. അപ്പൊ ചില സമയത്ത് ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ അത് കാശൊക്കെ മുടക്കിയിരിക്കുന്ന ആരായിരിക്കും? ആരാ? അപ്പനാണ്. അപ്പനും അമ്മയും ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല. അത് കുടുംബത്തിന്റെ കാര്യമല്ല, ഞാൻ പറഞ്ഞു കുടുംബത്തിന്റെ കാര്യമല്ല. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണ്. അതിന്റെ ശ്രദ്ധാവ്, പരിപാലകൻ, സംരക്ഷകൻ നമ്മളൊന്നും അറിയാതെ കാര്യങ്ങളൊക്കെയാണ്. ആ ദൈവത്തെയാണ് നമ്മൾ അബ്ബാന്ന് വിളിക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഇപ്പൊ നമ്മൾ ഒന്നിന് കുറെ വീടുകളിൽ നിന്നാണ്, പല വീടുകളിൽ നിന്ന് പല വീടുകളിൽ നിന്ന് വരുന്ന എന്നിട്ട് ഒരു കൂട്ടായ്മയാണ് ഇടവക എന്ന് പറയുന്നത്, അല്ലേ? ഇടവക കുടുംബം. അതിന്റെ അപ്പനാരാണ്? ഇടവകയുടെ അപ്പനാരാണ്? നിങ്ങളുടെ വീട്ടിൽ അപ്പന്റെ പേര് അറിയാമല്ലോ? ആ, ഓക്കെ, സമ്മതിച്ചു, പറയുന്നില്ല. പള്ളിയിലൊരു ഇതൊരു കുടുംബമാണ് പള്ളി. ഈ കുടുംബത്തിൽ അപ്പനാരാണ്? അറിയത്തില്ലയോ? ആരാ? ആ, വികാരിച്ചൻ. ആരാ പറഞ്ഞത്? ആ, വികാരിച്ചനാണ് പള്ളിയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കുടുംബത്തിന്റെ നാഥൻ, അപ്പൻ. ഓരോ കാര്യങ്ങളും ആവശ്യമായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വരും. സഭയിലേക്ക് വരുമ്പോൾ പിതാക്കന്മാർ, രൂപത, വലിയൊരു കുടുംബം. അത് നമ്മുടെ ജോസ് തോമസ് പിതാവാണ് നമ്മുടെ. സഭയുടെ മുഴുവൻ വരുമ്പോഴത്തേക്ക് മലങ്കര സഭ മുഴുവൻ വരുമ്പോൾ കർദിനാൾ ഭാവയാണ് നമ്മുടെ പൊതുവായിട്ടുള്ളത്. അത് കഴിഞ്ഞ് പരിശുദ്ധ ഫ്രാൻസിസ് മാതാവ്. ഇങ്ങനെയാണ് നമ്മുടെ പോക്ക്. അപ്പോൾ ഇതിലെല്ലാം ഒരു അപ്പനുണ്ട്, നമുക്ക് നാഥനുണ്ട്. നമ്മൾ ആരെയും അനാഥരാണോ? ഞാൻ വെറുതെ ചോദിച്ചോട്ടെ, വിഷമം വിചാരിക്കരുത്. ഇവിടെ അപ്പനില്ലാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടോ? അപ്പനില്ല, അപ്പൻ മരണമടഞ്ഞു പോയി, അങ്ങനെ ഒരു കുട്ടികളുണ്ടോ? ഇല്ല. ഓക്കെ, ദൈവാഗ്രഹത്തിൽ നമുക്ക് അങ്ങനെ ആയിരിക്കും. നിങ്ങൾ ആരും അനാഥരല്ല, നിങ്ങൾ ആരും അനാഥരല്ല, നിങ്ങൾ സനാതനാണ്, നിങ്ങൾക്ക് അപ്പനാണ്. എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു ദൈവമുണ്ട്, അബ്ബ, സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവിനെ നമ്മൾ ആയിട്ട് മനസ്സിലാക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അപ്പൊ നിങ്ങൾ നന്നായി മനസ്സിലായിക്കോട്ടെ. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചോദിക്കുന്ന എല്ലാം നിങ്ങൾ അപ്പൻ തരുമോ? തരാറുണ്ടോ? നിങ്ങൾ ചോദിക്കുന്ന എല്ലാം അതുപോലെ തന്നെ തരും, അല്ലേ? അങ്ങനെ ആണെങ്കിൽ അപ്പനെന്നിരിക്കുന്ന അറിയണം, ഏതപ്പനാണെന്നിരിക്കുന്ന അറിയണം. നിങ്ങളൊരു കത്തി ചോദിക്കുന്നില്ല, നിങ്ങൾ വാശി പിടിക്കണം, എനിക്കൊരു കത്തി വേണം, കത്തി വേണം പറഞ്ഞ് തരുമോ? അപ്പോ ചിലപ്പോൾ ചിലത് തരും, ചിലത് തരത്തില്ല. തരാത്തിന് കാരണം എന്താണ്? നിങ്ങൾക്ക് അത് ദോഷം ചെയ്യുമെന്നും അത് നല്ലതല്ല എന്നും തോന്നിയത് കൊണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്കത് തോന്നും, എന്റെ അപ്പന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയേക്കാം. തീടെടുത്ത് ഓടിക്കുകയാണ്. അപ്പൊ അപ്പൻ വലിച്ചു പിടിക്കും, നിങ്ങൾ അതിലൂടെ അടുത്ത് പോകാൻ പോകും. അപ്പൻ നോ പറയും. അപ്പൊ കരച്ചിലായി, വീട്ടിലായി. അപ്പൻ നമ്മുടെ ഉപരി നന്മയാണ് നോക്കുന്നത് എന്ന് പറയുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ ചോദിക്കുന്നല്ല, ആ അവിടെ തന്നെ തരൂ. നമ്മുടെ നന്മയ്ക്ക് ഏതാണ് ആവശ്യമെന്ന് അവിടത്തേക്ക് അറിയാം. നമ്മൾ ചോദിക്കാതെ തന്നെ, കാരണം നമ്മുടെ സത്യജീവനാണ് ദൈവം. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവിടെ നിന്ന് തരും. ഈ ഒരു ബോധ്യത്തിലും ഈ ഒരു വിശ്വാസത്തിലുമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഒരു കഥ പറഞ്ഞാൽ നടത്തുകയാണ്. ഒരു വലിയ വെള്ളച്ചാട്ടമാണ്, നയാഗ്ര വെള്ളച്ചാട്ടം. അതിന് പുറകെ ഒരാൾ, ഒരു സർക്കസ് അഭ്യാസി, ഇങ്ങനെ വടം ധരിച്ചിട്ട് അപ്പുറത്ത് അക്കരെ ഇക്കരയും ദീർഘദൂരമുണ്ട്. അദ്ദേഹം എല്ലാവരും കാണും, ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയിരിക്കും. ഒരു കണ്ണ് ഒരു കാലം തട്ടി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടുന്നില്ല. അദ്ദേഹം അഭ്യാസി ആ നേർത്ത ഇതിലൂടി ചാടിലൂടി നടന്നു പോവുകയാണ്. എല്ലാവരും ആകാംക്ഷ ഭരിതരായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം നടന്ന് അക്കരയ്ക്ക് എല്ലാവരും കൈയടിച്ചു. അദ്ദേഹം തിരിച്ചും എല്ലാവരും കൈവീശി കഴിഞ്ഞിട്ട് വീണ്ടും നടന്നു അക്കരയ്ക്ക്, മറുകരയ്ക്ക്. എന്നിട്ട് അദ്ദേഹം വെല്ലുവിളിച്ചു എല്ലാവരും, ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്റെ തോളിൽ കയറിയിരുന്ന് വരാൻ? ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്റെ തോളിൽ കയറിയിരുന്ന് വരാൻ? ആർക്കും ധൈര്യമില്ല, കാരണം ജീവൻ പേടിയുണ്ടല്ലോ, അല്ലേ? അപ്പൊ എല്ലാവരും മടിച്ചിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ വെല്ലുവിളി തുറന്നു. അപ്പൊ ഒരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ റെഡി, ഞാൻ റെഡി. അപ്പൊ എല്ലാവരും ദിവസം മോളെ പോരുത്, അപകടമാണ്, ഇങ്ങനെ പറഞ്ഞതിന് പല പറയും, നീ അത് ഇത് ചെയ്യരുത്, എന്റെ കൊച്ച് നിർബന്ധം ഞാൻ പോകും അദ്ദേഹത്തിന്റെ കൂടെ. എന്റെ തോളിലേറ്റി എല്ലാവരും ആകാംക്ഷ വലുതാണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുന്നിട്ട് പോവുക. ഒരു ചെറിയ അപ്പനും ഈ ഇതിനകത്ത് നിൽക്കുന്ന ഇയാളും
കുഞ്ഞും മരിക്കും. ഇങ്ങനെ സമയം എല്ലാം വിശ്വാസം പിടിച്ചു നടന്ന് അക്കരയ്ക്ക് എത്തിയതും എല്ലാവരും ഓടി വന്ന് ഈ കുട്ടിയെ എടുത്തു വരുത്തി ആഹ്ലാദം അങ്ങോട്ട് അഭിനന്ദിച്ചു. പിടിക്ക് വേണ്ട, നന്നായിരിക്കുന്നു, നിനക്ക് ഈ ധൈര്യം ഉള്ളത്. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അതെ, എനിക്ക് പേടിയൊന്നുമില്ല. കാരണം എന്റെ അപ്പന്റെ തോളിലാണ് ഞാൻ എപ്പം വരുന്നത്. എന്റെ അപ്പനായിരുന്നത്. എന്റെ അപ്പന്റെ തോളിലിരുന്നാണ് ഞാൻ ഇതുവരെയും സഞ്ചരിച്ചത്. അതുകൊണ്ട് എനിക്കൊരു പേടിയും ഇല്ല. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്. എന്തുകൊണ്ടാണ്? അപ്പന്റെ സംരക്ഷണമുണ്ട്, അമ്മയുടെ സംരക്ഷണമുണ്ട്. അതുകൊണ്ട് ഒരു പേടിയില്ല. ആരും നമ്മൾ ആക്രമിക്കില്ല, ആരും നമ്മൾ തട്ടിക്കൊണ്ടു പോകത്തില്ല. സുരക്ഷിതരാണ്. ദൈവപിതാവിന്റെ അടുത്ത് എന്റെയും നിങ്ങളുടെ ജീവിതങ്ങൾ സുരക്ഷിതമാണ്. കാരണം ദൈവം നമ്മൾ താങ്ങുന്ന ഒരു പിതാവാണ്. ആ പിതാവിനെ അടുത്തറിയാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പിതാവിനെ ചങ്കോട് ചേർത്ത് എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്. ഒരു പാട്ടുണ്ടല്ലോ, ചങ്കാണി എന്റെ ചങ്കാണെന്ന് പാട്ടുണ്ടല്ലോ ഈ അടുത്ത ഏത്? ആ, ചങ്കാണെന്റെ ഈശോ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ അത് ദൈവമായിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട്. ഓരോ അപ്പനും അമ്മയും നിങ്ങൾക്ക് ചങ്കാറുണ്ട്. ആകുമോ? അത് കഴിഞ്ഞിട്ട് വേറെ ചങ്ക് കൊടുക്കും കേട്ടോ. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങൾ ചങ്ക് പറിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഉള്ള ചങ്കോട് പറിച്ചോണ്ട് പോകരുത്. ദൈവം എല്ലാവരും നടക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, നമുക്കൊരു ചാനലുണ്ട്, ഈശോയുടെ കൂട്ടുകാർ. കേട്ടിട്ടുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കൈപ്പറ്റിക്കും. അച്ഛാ, ഇന്ന് ഇത് കഴിയുമ്പോഴത്തേക്ക് കേട്ടോ, നാളെ പോയിന്റ് കൊടുത്തേക്കണം. കൂടുതൽ ചെയ്തുകൊണ്ട് വരുന്ന കുട്ടികൾക്ക് സമ്മാനം നമ്മൾ കേട്ടോ. അച്ഛനാണ് അത് നിയന്ത്രിക്കുന്നത്. ഇൻസ്റ്റഗ്രാമുണ്ട്. ഇൻസ്റ്റയിലൊക്കെ റീൽസ് ഒക്കെ കാണുന്ന കുട്ടികളൊക്കെ കൈപ്പറ്റിക്കേ. ആ, കുറച്ച് പേര് കാണും, നല്ല മിടുക്കർ. ഇതിനകത്ത് ഈശോയുടെ കൂട്ടുകാർ കാണുന്നവരെ കൈപ്പറ്റിക്കേ ഇല്ല. ഉണ്ടോ? മെടുക്ക വെരി ഗുഡ്. ഇനി ഇൻസ്റ്റയിലൊക്കെ പോകുമ്പോൾ നല്ലതാണ്. നല്ല വിശുദ്ധരുടെയും യേശുവിന്റെയും പാട്ടുകളും നല്ല ചിത്രങ്ങളും ഒക്കെ വരുന്നത് പിതാക്കളുടെ ചരിത്രം വരുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനലുണ്ട്. അത് നിങ്ങൾ ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് അച്ഛനെ എഴുതി അങ്ങനെയാണ് അതിന്റെ അക്ഷരം. വീട്ടിൽ മാതാപിതാക്കൾ മൊബൈലെടുത്ത് വാങ്ങിക്കുക. ഇന്നിവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്തോട്ട് വരും. പിന്നെ കേട്ടോ, എല്ലാവരും അത് പ്രോത്സാഹിപ്പിക്കണം. ഈ അച്ഛനാണ് അതിന്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇപ്പൊ നമുക്ക് 825ഓളം ആൾക്കാരുണ്ട് അതിനകത്ത്, കൂട്ടുകാര് മുഴുവനുണ്ട്. പിന്നെ ഒരു 175 കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവും നമ്മുടെ ചാനൽ. നിങ്ങളെല്ലാവരും സഹകരിക്കുമോ? വീട്ടിൽ പോയിട്ട് ഇന്ന് തന്നെ അത് ചെയ്യണം. എന്നിട്ട് അതിനെ 1000 കഴിക്കാൻ കഴിയും. അച്ഛൻ ടീമംഗങ്ങളെല്ലാം സിസ്റ്റർമാരെല്ലാം മിടുക്കരാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു അച്ഛനും ഒരു സിസ്റ്ററും 2 ബ്രദേഴ്സും ഒരു യൂത്തൊക്കെ വരുന്ന ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ ഇവർ ഒത്തിരി ദിവസം ത്യാഗത്തിലാണ് വന്നത്. ഇവരോട് ചേർന്ന് സഹകരിക്കുക, പ്രവർത്തിക്കുക. പിന്നെ എനിക്ക് അഭിമാനമുള്ളത് ഈ മേഖലയിലെ അധ്യാപകർ, പ്രൊമോട്ടേഴ്സ്, കോർഡിനേറ്റർ സിസ്റ്റർ എല്ലാം മിടുക്കരാണ്. ഞാൻ പലപ്പോഴും ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ കാണാറുണ്ട്. നിങ്ങളെ അഭിനന്ദിക്കുന്നു. നല്ല മിടുക്കരായിട്ട് കുട്ടികളായിട്ട് മാറാൻ ദൈവം ഇടയായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ഇത്തവണത്തെ നമ്മുടെ ക്യാമ്പിന്റെ പേരെന്താ? അബ്ബ 2024 അല്ലേ? അച്ഛൻ നമുക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നെ. പിതാവിനെ കുറിച്ച്, നമ്മുടെ അപ്പന്മാരെ കുറിച്ചല്ലേ? അപ്പോ പിതാവായ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണമെന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ നയിച്ചത് നമ്മുടെ അച്ഛനാണ്. അച്ഛന്റെ പേരെന്താ? തോമസ് ക്രിസ്തുവെന്ന അച്ഛൻ അല്ലേ? ഇനി അച്ഛന്റെ പേര് പറഞ്ഞുവോ? അച്ഛൻ ആരാ? നമ്മുടെ രൂപതയുടെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടർ അച്ഛനാണ് അച്ഛൻ. അപ്പൊ അച്ഛൻ നമ്മുടെ ക്യാമ്പ് സന്ദർശിക്കുക പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. രൂപതയിലെ ഈ 103 പള്ളികളിലെയും ക്യാമ്പുകളൊക്കെ കേന്ദ്രീകരിച്ച് ക്രോഡീകരിച്ച് നടത്തുന്നത് അച്ഛനാണ്. അപ്പൊ അച്ഛൻ നമ്മുടെ ക്യാമ്പ് സന്ദർശിക്കാനായിട്ട്, നമ്മളെ കാണാനായിട്ട്, നമ്മളോട് സംസാരിക്കാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ്. നമ്മൾ അച്ഛന് തിരിച്ചെന്താ കൊടുക്കുന്നത്? നിങ്ങളെന്താ കൊടുക്കുന്നത്? ഗോഡ് ബ്ലെസ് യു കൊടുക്കും അല്ലേ? എല്ലാം റെഡിയാണോ? Are you ready? Are you ready? Team Marianios, are you ready? Team St. Francis, are you ready? Team St. Jude, are you ready? Are you ready? 3, 2, 1, start! അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കുഞ്ഞു മക്കള് അച്ഛനെ അനുഗ്രഹിക്കുകയാണ്. അച്ഛന് പറഞ്ഞ പോലെ തന്നെ
ഈശോ ഏറ്റവും ആദ്യം കേൾക്കുന്ന ആരുടെ പ്രാർത്ഥനയാണ്? നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന. അപ്പോൾ കുഞ്ഞുമക്കളുടെ അനുഗ്രഹം അച്ഛനും അച്ഛന്റെ പ്രവൃത്തി മേഖലകളിലും എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് നമ്മളിപ്പോൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരുമായ നന്ദിയും ദിവസത്തിലും